തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് RSB ഫണ്ട് ലഭിക്കണമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ഇസ്മായിൽ. ഇതിനായി സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ആശുപത്രി HMC യോഗം തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ പോലും ബാധിക്കുന്നുണ്ട്. 3 കോടിയിൽ പരം രൂപ സർക്കാരിൽ നിന്നും ലഭിക്കാനുണ്ടെന്നും ഇതുമൂലം ചികിത്സാ സംവിധാനത്തിലും മരുന്ന് വിതരണത്തിലും മറ്റ് ചികിത്സാ മേഖലയിൽ തന്നെ വലിയ തടസ്സം സൃഷ്ടിക്കുകയാണെന്നും ആശുപത്രിയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും സാമ്പത്തിക പ്രതിസന്ധി തടസ്സം സൃഷ്ടിക്കുന്നതായും ഇതിനായി ഫണ്ട് ലഭിക്കുന്നതിന് സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്താൻ HMC യോഗത്തിൽ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളെന്ന് പറയുന്നത്, പ്രധാനമായും നമ്മൾ ആശുപത്രിയിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. നമുക്കറിയാം, RSBY ഫണ്ട് വകയിൽ ആശുപത്രിക്ക് കിട്ടാനുള്ള ഏതാണ്ട് 3 കോടിയിൽ പരം രൂപ അത് പെൻഡിങ്ങായി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ആശുപത്രിയെ അത് സാരമായി ബാധിക്കുന്നുണ്ട്. ചികിത്സാ രംഗത്ത്, അതുപോലെ തന്നെ മരുന്ന് വിഭാഗത്തിൽ, അതുപോലെ തന്നെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൊക്കെ വലിയ തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ സർജറി ഉൾപ്പെടെയുള്ള മെറ്റീരിയലുകൾ, അതിൻ്റെ എക്യുപ്മെൻസുകളൊക്കെ വാങ്ങുന്നതിന് യഥാസമയം കമ്പനികൾക്ക് പണം അടക്കാത്തതിൻ്റെ പേരിൽ പല കമ്പനികളും വിതരണം നിർത്തിയ ഒരു സാഹചര്യം വരെ നിലവിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുച്ഛമായ 3-4 കോടി രൂപ പെൻഡിങ്ങിൽ കിടക്കുമ്പോൾ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം അല്ലെങ്കിൽ 50-ൽ താഴെ ലക്ഷം രൂപ മാത്രമാണ് ഒരു 3 മാസം കൂടുന്ന സമയത്ത് സർക്കാരിൽ നമുക്ക് ലഭ്യമാകുന്നത്. ആ കാശ് എവിടെയും എത്താത്തൊരവസ്ഥയാണുള്ളത്. ഒരു പാർട്ടിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത. അതേപോലെ തന്നെ നമ്മൾ ആശുപത്രി ഇല്ലാത്ത മെഡിസിൻ പുറത്തുനിന്ന് ചില കമ്പനികളിൽ നിന്ന് വാങ്ങുന്നത്, അതിൻ്റെ അവർക്ക് കൊടുക്കാൻ ലക്ഷങ്ങളാണ്, 20-25 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ലാബ്, അതുപോലെ ECG സ്കാനിങ്, ECGയിലെ സ്കാനിങ് ഉൾപ്പെടെ, അതേപോലെ തന്നെ നമ്മുടെ ആശുപത്രി ഇല്ലാത്ത മറ്റ് ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിനൊക്കെ കൊടുക്കേണ്ടി വരുന്ന സംഖ്യ വളരെ വലിയ കുടിശ്ശിക നിൽക്കുന്നതുകൊണ്ട് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ആശുപത്രി നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികൾ നേരിടുക. ഇവരുടെ കുടിശ്ശിക അധികം നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റു കേസുകൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവാത്തൊരവസ്ഥ. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് HMCയിൽ പ്രധാനപ്പെട്ട ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലങ്ങളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി ആ ഫണ്ട് ആശുപത്രിയുടെ അക്കൗണ്ടിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതിന് ബന്ധപ്പെട്ട മന്ത്രിമാരുൾപ്പെടെയുള്ളവർ നേരിൽ കാണാനും തീരുമാനമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ HMC ഫണ്ട് പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ കുറഞ്ഞ ഫണ്ടാണ് നമുക്ക് HMCയുടെ ഫണ്ടിൽ നിന്ന് ബാലൻസ് വരുന്നത്. നേരത്തെ 5 രൂപ ഫീസ് ഉണ്ടായിരുന്നത്. രാവിലത്തെ OP ഉച്ചവരെയാണെങ്കിൽ ഈവനിങ് OPക്ക് നമ്മൾ 10 രൂപയായിരുന്നു ഫീസ്. അതുപോലെ തന്നെ അത്യാഹിത വിഭാഗത്തിന്. പക്ഷേ അത് ഈ സംവിധാനത്തിലേക്ക് മാറിയതോടുകൂടി എല്ലാം ഒരേ തലത്തിലുള്ള ഫീസ് ക്രമീകരിച്ചതുകൊണ്ട് എല്ലാ OPകൾക്കും ഈ 5 രൂപ ഫീസ് നിർണ്ണയിച്ചതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ഷോർട്ട് നമുക്ക് വന്നത് പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആശുപത്രിയുടെ OP ഫീസ് 10 രൂപയാക്കി ഉയർത്തണം എന്ന് നമ്മുടെ ചില മെമ്പർമാരൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും തൽക്കാലം അത് ഇപ്പോൾ ചെയ്യേണ്ടതില്ല, പിന്നീട് ആലോചിക്കുക എന്നുള്ള തീരുമാനമാണ് HMC മീറ്റിംഗിൽ ഉയർന്നു വന്നത്. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്.